വായനയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ചില ലേഖനങ്ങളുടെ സമാഹാരമാണ്. അത് പി. മാഹിൻ എഴുതിയ ധർമ്മവും സമാധാനവും എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ലേഖനങ്ങളെ ആസ്പദമാക്കിയുള്ള ആലോചനകൾ, ആത്മഭാഷണങ്ങൾ. ഈ മാഹിൻ എന്ന് പറയുന്ന വ്യക്തി എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. ആശയ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ലേഖനങ്ങളുടെ ഒരു പുനർചിന്തനം. ആ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്: ധർമ്മവും സമാധാനവും. ജീവിതത്തിൽ നാം എല്ലാം ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം അതുണ്ടാകുന്നത്, അതിന് വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അന്തർവിഭവങ്ങളുടെ ശരിയായ ഉപയോഗമാണ്. ചിന്തയിലും പ്രവൃത്തിയിലും ധർമ്മം സൂക്ഷിക്കുന്നവർ സ്വന്തത്തിലും സമൂഹത്തിനും സ്വാസ്ഥ്യം നൽകും എന്നാണ് പറയപ്പെടുന്നത്. അത് ലോകത്തിനും രാജ്യത്തിനും തന്നെ സമാധാനം നൽകും. സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം: നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകൾ വജ്രായുധങ്ങളാണെന്നാണ് പറയുന്നത്. വാക്കുകൾ വജ്രായുധങ്ങളാണ്. വേർഡ്സ് ആർ ഷാർപ്പ് വെപ്പൺ ദാറ്റ് കോസസ് ഇഞ്ചുറി ടു ദ ഹാർട്ട് വിത്തൗട്ട് ലൂസിങ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് എന്നാണ് പറയുന്നത്. വാക്കുകൾ നാം ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും എന്നാണ്. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യ നീ നല്ലത് പറയൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. വാക്കുകളുടെ ശക്തി എത്രമാത്രം മഹത്തരമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സംഭവ കഥ ഞാൻ നിങ്ങളോട് പറയാം. ലണ്ടൻ നഗരത്തിൽ തെരുവോരത്ത് ഒരു യാചകൻ ഇരിക്കുന്നു. അമ്മയെ എനിക്ക് വല്ലതും തരണേ, അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നില്ല. ആ യാചകന്റെ മുമ്പിൽ ഒരു ബോർഡുണ്ട്: ഐ ആം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. അതുകൂടാതെ ഒരു തകര ടിന്നും ആ യാചകന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ആളുകൾ പോകുന്നു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആ തകരന് ടിന്നിൽ ഇട്ടാൽ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിരാവിലെ കോളേജിൽ പോകുന്ന ഒരു കുട്ടി അതുവഴി പോകുകയും ഈ മനുഷ്യനെ ശ്രദ്ധിക്കുകയും ചെയ്തു. ആ കുട്ടി മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ആ ബോർഡ് കയ്യിലെടുത്തു. ആ ബോർഡ് കയ്യിലെടുത്തിട്ട് അതിലെന്തോ കുത്തിക്കുറിച്ചു. എന്നിട്ട് ആ കുട്ടി നടന്നുപോയി. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടി കാണുന്നത് എന്താണ്? ആ ടിൻ നിറച്ച് നാണയങ്ങളും മനുഷ്യൻ്റെ മുഖത്തുള്ള സന്തോഷവും. ആ യാചകൻ ചോദിച്ചു, ആ വ്യക്തി ചോദിച്ചു, കുട്ടി എന്താണ് ആ ബോർഡിൽ എഴുതിയത്? അല്ല, ഞാൻ ആ ബോർഡിലെ അക്ഷരങ്ങളൊന്ന് തിരുത്തി എഴുതി. ഞാൻ എഴുതിയത് മറ്റൊന്നുമല്ല. ആ കുട്ടി എഴുതിയത് എന്താണ് എന്ന് ഞാൻ പറയാം. ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കാൻ ബി ഏബിൾ ടു സീ ഇറ്റ്. ഇന്നൊരു നല്ല പ്രഭാതമാണ്, പക്ഷെ എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ആ കുട്ടിയുടെ ചലനം കൊണ്ട് ആ സാന്നിധ്യം തിരിച്ചറിയുകയും അതിനുശേഷം ആ ബോർഡ് അങ്ങനെ തിരുത്തി എഴുതിയതിനു ശേഷം ആ തകരപ്പെട്ടിയിൽ നാണയങ്ങൾ തുരുതുരാ വീഴുകയാണ്. കാഴ്ചയില്ലാത്തവൻ്റെ സങ്കടം വിതുമ്പുന്ന മനസ്സത്രയും പ്രതിഫലിപ്പിക്കുന്ന ആ വരികൾ അതുവഴി നടന്നുപോയ മനുഷ്യഹൃദയങ്ങളെ ഇളക്കി മറിച്ചു. അവരുടെ മനസ്സിലുണ്ടായ ആ ഓളങ്ങളിൽ, ആർദ്രതയുടെ ഓളങ്ങൾ നാണയത്തുട്ടുകളായി ആ തകരട്ടിൽ വീഴുകയാണ് ചെയ്തത്. കുട്ടി നോക്കുമ്പോൾ കുട്ടി പറഞ്ഞു, എന്താണ്? കുട്ടിക്ക് സന്തോഷമായി. അപ്പോൾ ആ ആർദ്രതയുള്ള ഹൃദയങ്ങളെ ആ വാക്കുകൾ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത ലേഖനത്തിൽ പറയുന്നത്, സംശയത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതാണ് ഈ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട് ഇതിനകത്ത്. എന്താണ് ഈ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയാൻ കാരണം? മറ്റൊന്നുമല്ല, സീസറിൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. രണ്ടാമത് സീസർ കല്യാണം കഴിച്ചു. ഈ പോബിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു.
ഓണോദയ എന്ന ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് കുറേ സ്ത്രീകൾ അവിടെ ഒരു ആഘോഷം നടത്തി. ഈ ആഘോഷത്തിനകത്ത് പുരുഷവേഷം കെട്ടിയ ഒരു സ്ത്രീ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് ഈ ബോബിയുടെ ചാരനാണെന്ന് പറഞ്ഞു. ആ രണ്ടാം ഭാര്യയായ ബോബിയുടെ ചാരനാണെന്ന് പറഞ്ഞു. ഇത് ആളുകൾ പറഞ്ഞു വരുത്തി. സത്യത്തിൽ ഈ ബോബിയ, രണ്ടാമത്തെ ഭാര്യ ആയ ബോബിയ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് സീസറിന്റെ ചെവിയിൽ കിട്ടി. സീസറിന് മനസ്സിലായി. അപ്പോൾ സീസർ പറഞ്ഞു, സീസർസ് വൈഫ് ഷുഡ് ബി എബോവ് സസ്പീഷൻ. സീസറിന്റെ വൈഫ്, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ചൊല്ലുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നാം വളരെയധികം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെന്നിച്ചാടും. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. ആ തീരുമാനം, തെറ്റായ തീരുമാനം എടുത്താലും നമുക്ക് മനസ്സമാധാനം കിട്ടുകയില്ല, അവിടെ ധർമ്മം ഉണ്ടാകില്ല, സമാധാനം കിട്ടുകയില്ല. നിരപരാധികൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതൊരു അതൊരു സത്യമാണ്. നിരപരാധികൾ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല. അതൊരു കഥ ഞാൻ പറയാം. ബുദ്ധിമാനായ ഒരു കർഷകൻ, ബുദ്ധിമാനായ കർഷകൻ എന്നുള്ളത് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണം. ബുദ്ധിമാനായ ഒരു കർഷകൻ, യാതൊരു തെറ്റും ചെയ്യാത്ത ആ കർഷകൻ ജയിലിലടച്ചു. ജയിലിൽ അങ്ങനെ കിടക്കുകയാണ്. ജയിലിലേക്ക് അദ്ദേഹത്തിൻ്റെ വൃദ്ധനായ പിതാവ് ഒരു കത്തയച്ചു, മകനെ, നമ്മുടെ ഈ വർഷത്തെ കൃഷികളൊന്നും നടത്താൻ പറ്റില്ല. കാരണം നീ പോയതിനു ശേഷം ഇവിടുത്തെ ജീവിതവും ബുദ്ധിമുട്ടാണ്, പട്ടിണിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കത്ത് ജയിലിലേക്ക് കത്തയക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ കത്ത് ജയിലിൽ നേരിട്ട് ഈ വ്യക്തിയിൽ കിട്ടത്തില്ല, പോലീസുകാർ വഴിയാണ്. പോലീസുകാർ വായിച്ചതിന് ശേഷമാണ് ഈ വ്യക്തിയിൽ കൊടുക്കുന്നത്. ജയിലിൽ കിടക്കുന്ന വ്യക്തി എന്ത് ചെയ്തു? അതിന് മറുപടി അയച്ചു. മറുപടി പോകുന്നതും ഈ ജയിലിലുള്ള പോലീസുകാർ കണ്ടതിന് ശേഷം പോവുള്ളൂ. എഴുതി, അച്ഛാ, ഈ വർഷം കൃഷിയൊന്നും ചെയ്യണ്ട, അതങ്ങനെ കിടക്കട്ടെ. കാരണം ഈ പറമ്പ് മൊത്തം ആയുധങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതിൽ പോലീസുകാരാണ് വന്നത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടുന്ന് ജാമ്യവും കിട്ടത്തില്ല, എൻ്റെ ജീവിതം ഇവിടെ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇങ്ങനെ ഒരു കത്ത് പോലീസുകാർ വഴി ഈ വൃദ്ധനായ പിതാവിന് അയച്ചു കൊടുത്തു. എന്തിനേറെ പറയുന്നു, പിറ്റേ ദിവസം എന്താ ഒരു വലിയ വാൻ നിറച്ച് പോലീസുകാർ ഈ വൃദ്ധൻ്റെ വീട്ടിലെത്തി, ഈ ജയിൽ പുള്ളിയുടെ വീട്ടിലെത്തി. അവർ പറമ്പ് മൊത്തം ഉഴുതു മറിക്കുകയാണ്. അങ്ങനെ പറമ്പ് മൊത്തം ഉഴുതു മറിച്ചിട്ട് അവർ പോയി. ആ വർഷം ആ വൃദ്ധൻ സൂക്ഷിച്ചു വെച്ച വിത്ത് അവിടെ വിതയ്ക്കുകയും ചെയ്തു. ആ വർഷം നല്ല വിളവും കിട്ടി. ബുദ്ധിമാനായ കർഷകൻ ചെയ്ത ഒരു തീരുമാനം. നമുക്ക് ഏത് ദുർഘട സന്ധിയിലും ഏത് ആപത് ഘട്ടത്തിലും ഒരു രക്ഷകൻ ഉണ്ടായിരിക്കും, രക്ഷിക്കാനൊരു മാർഗം നമുക്ക് കാണിച്ചു തരും എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കഥ. ഈ നമ്മളിലുള്ള സത്വം, നമ്മളിൽ ഓരോ വ്യക്തിയിലും അടങ്ങിയ സത്വം എന്ന് പറയുന്നത് അതാർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സത്വമാണ്. ഉദാഹരണത്തിന് രസത്തിന് വേണ്ടി ഞാൻ പറയാം. ഒരു കുരുവി തേനീച്ചയോട് ചോദിച്ചു, നീ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തേന് മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ നിനക്ക് വിഷമമില്ലേ എന്ന് ചോദിച്ചു. തേനീച്ച പറഞ്ഞു, തേൻ കൊണ്ടുപോകട്ടെ, അതിന് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഈ തേനുണ്ടാക്കുന്ന വിദ്യ അവർക്കറിയത്തില്ലല്ലോ, അതെനിക്ക് മാത്രമല്ല അറിയൂ, അതവർ കൊണ്ടുപോകില്ലല്ലോ. നമ്മൾ അടങ്ങിയിരിക്കുന്ന സ്വത്വം ആരും കൊണ്ടുപോകത്തില്ല. അവസാനമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെങ്കടേശ്വര സുപ്രഭാതം നമുക്കറിയാം. കൗസല്യയുടെ പുത്രനായ ഉത്തമ പുത്രനായ രാമ, കിഴക്ക് സൂര്യൻ ഉദിച്ചു. ശ്രേഷ്ഠനായ മനുഷ്യ എഴുന്നേൽക്കൂ, മംഗളകരമായ കർത്തവ്യങ്ങൾ ചെയ്തു. ഇതുതന്നെയാണ് കഠോപനിഷത്തിൽ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന് പറഞ്ഞിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമായിരുന്നല്ലോ അത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. Arise, awake and stop not till the goal is achieved. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ പ്രവർത്തിക്കുക.
അതുകൊണ്ട് നാം ഓരോരുത്തരും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ സമാധാനവും മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വാക്കുകൾ സംസാരിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യുക. ഇതാണ് ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.